തിരുവനന്തപുരത്ത് ചിത്രം വളരെ വ്യക്തം എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ എൽ ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി.കെ. പ്രശാന്ത് തെരഞ്ഞെടുക്കപ്പെടും LDF കോർപ്പറേഷൻ മേയർ ആയി എന്നു തന്നെയാണ് സ്ഥിതിഗതികൾ സൂചിപ്പിക്കുന്നത്. സുനിൽ അരുമാനൂർ തിരുവനന്തപുരത്ത് നിന്നും. സുനിൽ, ഇപ്പോൾ വോട്ടെടുപ്പ് ഏത് ഘട്ടം വരെയായി? സുനിൽ. പ്രദീപ്, 65 കൗൺസിലർമാരാണ് ഇതുവരെയായിട്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള കൗൺസിലർമാർ വോട്ട് രേഖപ്പെടുത്താനുണ്ട്. അതിനുശേഷം ഏറ്റവും വോട്ട് കുറഞ്ഞ ആളിനെ ഒഴിവാക്കിക്കൊണ്ട്, കാരണം 3 സ്ഥാനാർത്ഥികളാണുള്ളത്, അതുകൊണ്ട് മൂന്നാമത്തെ സ്ഥാനാർത്ഥി, ഏറ്റവും വോട്ട് കുറഞ്ഞു കിട്ടുന്ന സ്ഥാനാർത്ഥി ആരാണോ ആ വ്യക്തിയെ ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും അടുത്ത റൗണ്ടിലേക്ക് വോട്ട് ഇടുന്ന പ്രക്രിയയിലേക്ക് പോകും. അതിനുശേഷം മാത്രമേ ഫലപ്രഖ്യാപനം ഉണ്ടാകൂ. LDF-ൽ നിന്ന് അഡ്വക്കേറ്റ് വി.കെ. പ്രശാന്തും UDF-നെ പ്രതിനിധീകരിച്ച് ജോൺസൺ ജോസഫും അഡ്വക്കേറ്റ് ഗിരിയാണ് BJP പ്രതിനിധീകരിച്ചും മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 99 അംഗങ്ങൾക്ക് മാത്രമേ ബാലറ്റ് നൽകിയിട്ടുള്ളൂ. ഒരംഗം ഈ വോട്ടിംഗ് പ്രക്രിയ ആരംഭിച്ച ശേഷമാണ് വന്നത്. അതായത് ചെറുവയ്ക്കലിലെ കൗൺസിലാണ് അത്തരത്തിൽ വൈകി വന്നത്. അതുകൊണ്ട് ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ അത്തരത്തിലുള്ള ഒരു അനുമതി, വോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് 99 പേര് ബാലറ്റ് വാങ്ങിച്ച വോട്ടിംഗ് പ്രക്രിയ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ നമുക്ക് അന്തിമ ഫലം ലഭ്യമാകും. എന്തായാലും ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് വിപ്പ് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം വെച്ച് LDF-ലെ മേയർ സ്ഥാനാർത്ഥി വി.കെ. പ്രശാന്ത് തന്നെ മേയറായി തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്.